നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവകേരള യാത്രയ്ക്കിടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. നിർണായകമായ ഘട്ടത്തിലേക്ക് അന്വേഷണം കടക്കുകയാണ്. ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ ADGP MR അജിത് കുമാർ ആരോപണം നേരിടുന്നുണ്ട്. ഈ സംഭവത്തിൽ അദ്ദേഹത്തിന് നേരത്തെ റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. ഇപ്പോൾ ഇതാ MR അജിത് കുമാറിന്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ റിപ്പോർട്ട് DGPക്ക് നൽകി. അജിത് കുമാറിന്റെ പേരെടുത്ത് പറയുന്ന റിപ്പോർട്ടിൽ കൂടുതൽ തെളിവുകളടക്കം കൈമാറിയിരിക്കുകയാണ്. നവകേരള യാത്രയ്ക്ക് നേരെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ DGP വ്യക്തത തേടിയിരുന്നു. 5 സംശയങ്ങളാണ് DGP ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തോട് ചോദിച്ചത്. ഇതിൽ വ്യക്തത വേണമെന്ന ഒരു നിർദ്ദേശം നൽകിയ റിപ്പോർട്ട് മടക്കി അയച്ചു. എന്തായാലും വേഗത്തിൽ തന്നെ SIT അതിൽ വ്യക്തത വരുത്തിയപ്പോൾ റിപ്പോർട്ട് വീണ്ടും സമർപ്പിച്ചിരിക്കുകയാണ്. അജിത് കുമാറിനെതിരായ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളിൽ ഒരാഴ്ചയ്ക്കകം വ്യക്തത വരുത്തണമെന്നായിരുന്നു DGP SITക്ക് നിർദ്ദേശം നൽകിയത്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു DGP നടപടി സ്വീകരിച്ചത്. പിന്നാലെയാണ് തുടരന്വേഷണ റിപ്പോർട്ട് DGPക്ക് നൽകിയത്. പഴുതടച്ച നടപടികൾക്കാണ് ആഭ്യന്തര വകുപ്പിന്റെ നീക്കം. ഇനി റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകും. DGPയുടെ ശുപാർശ കിട്ടിയാൽ MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാനാണ് നീക്കം. മർദ്ദനക്കേസിലെ അന്വേഷണ റിപ്പോർട്ട് തിരുത്തിയെന്നും തെളിവില്ലെന്ന് വരുത്തി പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടന്നെന്നുമായിരുന്നു SITയുടെ കണ്ടെത്തൽ. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയായിരുന്നു റിപ്പോർട്ട് സമർപ്പിച്ചത്. അതേസമയം ADGP അജിത് കുമാർ പറഞ്ഞിട്ടാണ് തിരുത്തൽ നടത്തിയത് എന്നായിരുന്നു SIT റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത്. അജിത് കുമാറിനെതിരെ മുൻ അന്വേഷണ സംഘത്തിന്റെ മൊഴി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു. അജിത് കുമാർ തങ്ങളെ ADGP ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയെന്നാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി. റിപ്പോർട്ട് തിരുത്താൻ നിർദ്ദേശിച്ചെന്നും മൊഴിയുണ്ടായിരുന്നു. അതേസമയം ചൂരൽമല ഉരുൾപൊട്ടൽ കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അജിത് കുമാർ വിളിപ്പിച്ചതെന്നും ഓഗസ്റ്റ് 12, 13, 14, 15 തീയതികളിലായി പോലീസ് ക്ലബിൽ താമസിപ്പിച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് തിരുത്താൻ ആവശ്യപ്പെട്ടത് എന്നതടക്കമുള്ള ഒരു ആരോപണം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ദുരന്തം കഴിഞ്ഞ സമയമായതിനാൽ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് കിട്ടിയില്ല, ആരും അറിയില്ല എന്നും അജിത് കുമാർ പറഞ്ഞതായും മൊഴിയുണ്ട്. MR അജിത് കുമാർ മോശമായി പെരുമാറിയെന്നും ഒരു SI മൊഴി നൽകിയിട്ടുണ്ട്. തുടർന്ന് തനിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായെന്നും അദ്ദേഹം മൊഴി നൽകി. അത് നുള്ള മെഡിക്കൽ റിപ്പോർട്ടും SIT സമർപ്പിച്ചിരുന്നു. അതേസമയം SIT റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം DGP മടക്കി അയച്ചിരുന്നു. റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളിലെ വ്യക്തതയ്ക്കായി തുടരന്വേഷണം ആവശ്യപ്പെട്ടാണ് മടക്കി അയച്ചത്. SITയോട് DGP ചോദിച്ചത് 5 സംശയങ്ങളാണ്. ഇക്കാര്യങ്ങളിൽ SIT തുടരന്വേഷണം നടത്തിയാണ് ഇപ്പോൾ റിപ്പോർട്ട് വീണ്ടും സമർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 23-നാണ് കേസ് അട്ടിമറിയിൽ അജിത് കുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന SP ഷൗക്കത്ത് അലി അധ്യക്ഷനായ SIT റിപ്പോർട്ട് DGPക്ക് കൈമാറിയത്. ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറിനെ രക്ഷിക്കാൻ അണിയറയിൽ ശ്രമം നടക്കുന്നുവെന്ന ആക്ഷേപം ഒരു വശത്ത് ശക്തമാണ്. SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം സമർപ്പിച്ച റിപ്പോർട്ട് 3 ആഴ്ചയ്ക്ക് ശേഷമാണ് വ്യക്തത വേണമെന്ന് ചൂണ്ടിക്കാട്ടി മടക്കിയത്. വ്യക്തത വേണ്ട ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിശദീകരണം ചോദിച്ചത്. വ്യക്തത ആവശ്യമുള്ള ഭാഗങ്ങളിൽ തുടരന്വേഷണം നടത്താനും നിർദ്ദേശം നൽകി. അതേസമയം മുഖ്യമന്ത്രി VD സതീശൻ എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതെന്ന് നോക്കാം. ഈ കേസ് അട്ടിമറിയിൽ ADGP MR അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നതിൽ സാങ്കേതികവാദമാണ് മുഖ്യമന്ത്രി VD സതീശൻ മുന്നോട്ട് വെച്ചത്. റിപ്പോർട്ട് DGPക്ക് മുന്നിലാണെന്നും സർക്കാരിന് മുന്നിൽ എത്തിയില്ല എന്നും നടപടിക്രമം തീർണമെന്നുമാണ് മുഖ്യമന്ത്രി നൽകുന്ന വിശദീകരണം. SIT അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയിട്ടും നടപടി വൈകുന്നുവെന്ന റിപ്പോർട്ടുകളിൽ മാധ്യമങ്ങളെ മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. അതായത് നടപടി എടുക്കുമ്പോൾ മാധ്യമങ്ങൾ അറിഞ്ഞാൽ മതി എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. SIT റിപ്പോർട്ട് നിലവിൽ DGPക്ക് മുന്നിലാണുള്ളത്. ആഭ്യന്തരമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. കിട്ടാത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് നടപടി എടുക്കാനാകില്ല. MR അജിത് കുമാറിന്റെ കേസിൽ പല കാരണം കൊണ്ടും പലർക്കും പല ധൃതിയും ഉണ്ടാകും. പക്ഷെ നടപടിക്രമം തീരണം. അജിത് കുമാറിനെതിരെ നടപടി എടുക്കേണ്ടത് മാധ്യമങ്ങളല്ല, മാധ്യമങ്ങൾ നടപടിയെടുക്കുമ്പോൾ അറിഞ്ഞാൽ മതിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നവകേരള സദസ്സിനിടെ കറുത്ത കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചതാണ് കേസിന് ആസ്പദമായ സംഭവം. ഈ സംഭവത്തിൽ പ്രതികളായ ഗൺമാന്മാരെ രക്ഷിക്കാൻ ADGP MR അജിത് കുമാറിന്റെ ഓഫീസിൽ വെച്ച് കേസ് ഡയറി തിരുത്തുകയും വ്യാജരേഖകൾ ചമയ്ക്കുകയും ചെയ്തുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 5 സുരക്ഷാ ഉദ്യോഗസ്ഥരെ നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. ADGPക്കെതിരായ നടപടിയിൽ നിയമപരമായ പോരായ്മകൾ ഉണ്ടാകാതിരിക്കാൻ നിലവിൽ DGP വിശദമായ നിയമോപദേശം തേടിയിരിക്കുകയാണ്. അതേസമയം SITക്ക് നേതൃത്വം നൽകിയ SP സ്ഥലം മാറി. UDF സർക്കാർ അധികാരത്തിലേറി ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് പ്രത്യേക സംഘം രൂപവൽക്കരിച്ച് ഈ ഒരു വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്. SIT വേഗത്തിൽ അന്വേഷണം നടത്തി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 5 സുരക്ഷാ ജീവനക്കാർക്കെതിരെ ആദ്യം റിപ്പോർട്ട് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ, കേസ് ആദ്യം അന്വേഷിച്ച 3 ഉദ്യോഗസ്ഥർ, ADGP ഓഫീസിലെ 2 ഗ്രേഡ് SIമാർ എന്നിവർക്ക് കേസ്
അട്ടിമറിയിൽ പങ്കുണ്ടെന്ന റിപ്പോർട്ടും സമർപ്പിച്ചത്. എന്നാൽ ഇതിൽ സർക്കാർ നടപടി സ്വീകരിക്കാത്തത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് കാരണമായി. ADGP അജിത് കുമാറിന് DGP ആയി സ്ഥാനക്കയറ്റം കിട്ടാനുള്ള ഒളിച്ചുകളിയാണിതെന്നും ആരോപണമുണ്ടായിരുന്നു. റിപ്പോർട്ട് മടക്കിയതുൾപ്പെടെ ചോദ്യങ്ങളോട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചിട്ടില്ല. എന്തായാലും MR അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന സൂചനകൾ ഒരു വശത്ത് ഉയരുന്നുണ്ട്. MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുള്ള നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നതടക്കമുള്ള ഒരു സൂചനകളൊക്കെ ഒരു വശത്ത് ശക്തമാണ്. ഇതിന് മുന്നോടിയായി DGP റവാഡ ചന്ദ്രശേഖർ നിയമോപദേശം തേടി എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരുന്നു. നടപടിയെടുക്കും മുൻപ് അജിത് കുമാറിൽ നിന്ന് DGP വിശദീകരണം തേടുവാനാണ് തയ്യാറെടുക്കുന്നത്. കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വഴിവിട്ടിടപെട്ടെന്ന ആരോപണം നേരിടുകയാണ് ഉന്നത ഉദ്യോഗസ്ഥർ. എന്തായാലും ADGPയുടെ ഓഫീസിലേക്കും കേസ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട അന്വേഷണം കടന്നിരുന്നു. ഇതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഓഫീസിൽ പരിശോധന നടത്തിയിരുന്നു. ADGP ഓഫീസിൽ പരിശോധന നടത്തിയിരുന്നു. അതായത് സന്ദർശക രജിസ്റ്റർ, ADGP ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ, പോലീസ് ക്ലബിലെ രേഖകൾ തുടങ്ങിയവ പരിശോധിച്ചു. DYSP ബൈജു പൗലോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു പരിശോധന നടത്തിയത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് MR അജിത് കുമാർ ആയിരുന്നു ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്നത്. ADGPയുടെ ഓഫീസിലുള്ള 2 SIമാരാണ് രേഖകൾ പരിശോധിച്ചതെന്നും പിന്നീട് ADGPയുടെ ഓഫീസിൽ നിന്ന് തിരുത്തൽ വരുത്തിയെന്നുമാണ് മൊഴി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.